ഹായ് ഡിയർ അസോസിയേറ്റ്സ്, ഹാവ് എ നൈസ് ഡേ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പണം ഉടൻ വരും, കടങ്ങൾ ബാധ്യതകൾ തീർത്ത് സ്വസ്ഥരാവാം. ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ എന്നും ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഏതൊരു സാധാരണക്കാരനെയും സംബന്ധിച്ച് അയാളുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് പണം തന്നെയാണ്. പലപ്പോഴും പണം നമുക്ക് ചുറ്റും ഉണ്ടെങ്കിൽ പോലും പണം നമ്മുടെ കയ്യിലേക്ക് വരാതിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്നും ചർച്ച ചെയ്യാറുള്ളത്. നമുക്ക് നോക്കാം. പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു ഫിനാൻഷ്യൽ പ്രോഗ്രാം 2015 ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റായി ലോകത്തിൽ ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന മഹാനായ മാത്തമാറ്റീഷ്യൻ അവതരിപ്പിച്ചതിന് ശേഷം 2018 അത് ഇന്ത്യയിലേക്ക് വന്നു. ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ ശേഷിയുള്ള $6 മില്യൺ പ്രൊജക്റ്റുകൾ സിസ്റ്റം അവതരിപ്പിച്ചു. ഇവിടെ ഏതൊരു വ്യക്തിക്കും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് പണം കണ്ടെത്തുന്നതിന് റഫറൽ മാർക്കറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം പേൾവെയിൻ ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് നൽകുന്നു. നമുക്കറിയാം, ലോകത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ നിന്നും ഫാക്ടറി സിസ്റ്റത്തിലേക്കും, ഫാക്ടറി സിസ്റ്റത്തിൽ നിന്നും ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തത്തിലേക്കും, ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തത്തിന് ശേഷം ലോകം ഏറ്റവും കൂടുതൽ മാറ്റിമറിക്കപ്പെട്ടത് ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനുശേഷം ലോകം വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ പോകുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. ബ്ലോക്ക് ചെയിനിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സാധ്യതകളും ഈ മേഖലയിൽ തന്നെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ സത്യമായി മാറുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. പണം ഉടൻ വരും, കടങ്ങളും ബാധ്യതകളും തീർത്ത് സ്വസ്ഥരാവാം എന്നുള്ള ആ ഒരു പദപ്രയോഗം നമുക്കറിയാം. വളരെ ചെറുപ്പം മുതൽ വളരെ നന്നായി പഠിച്ച് അധ്വാനിച്ച് പണം നേടാൻ കഴിയും എന്നുള്ള മിഥ്യാബോധം അറിഞ്ഞോ അറിയാതെയോ ഓരോ സാധാരണക്കാരൻ്റെ തലയിലും കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ബിസിനസ്സുകാരൻ്റെ കുട്ടികളെ സംബന്ധിച്ച് ഒരിക്കലും അധ്വാനിച്ച് പണമുണ്ടാക്കുക എന്ന് പറയുന്നൊരു തിയറി അവർ ഒരിക്കലും നടപ്പിലാക്കിയിട്ടില്ല. അങ്ങനെ ഏതൊരു സാധാരണക്കാരനും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുവാനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ബിസിനസ്സാണ്, അല്ലെങ്കിൽ രണ്ടാമത്തേത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇവിടെ പേൾവെയിൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ രണ്ട് സാധ്യതകളെയാണ്. നമുക്കറിയാം, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ലോകത്തിലെ സമസ്ത മേഖലകളിലും ബ്ലോക്ക് ചെയിൻ നിലവിൽ വന്നു കഴിഞ്ഞു. പണത്തിൻ്റെ കാര്യത്തിലും അത് ഒരു ഭാഗം മാത്രമാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ. പണത്തിൻ്റെ രൂപപരിണാമത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. സാധാരണ ബാർട്ടർ സമ്പ്രദായം മുതൽ ഇന്നത്തെ പേപ്പർ കറൻസി വരെ വലിയ മാറ്റങ്ങൾക്ക് പണം വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ പണത്തിൻ്റെ അവസാനത്തെ ഒരു രൂപമാണ് ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ കാലം വരെ ഫിസിക്കൽ മണി കൈകാര്യം ചെയ്തതിൽ നിന്ന് വിഭിന്നമായിട്ട് ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ കറൻസി കൈകാര്യം ചെയ്യുന്നത് വാലറ്റുകൾ വഴിയാണ് എന്ന് നമുക്കറിയാം. സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന ബാങ്കിങ് മെത്തേഡ് സെൻട്രലൈസ്ഡ് സിസ്റ്റം. സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു അതോറിറ്റി എപ്പോഴും നിയന്ത്രിക്കുന്ന, നമ്മുടെ പണം എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അധികാരമുള്ള ആ ഒരു സിസ്റ്റത്തെയാണ് സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. ഒരു ബാങ്കിങ്ങിൽ നമ്മൾ ഇടപാടുകൾ നടത്തുമ്പോൾ
എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ആ ഒരു അതോറിറ്റിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഫാക്ടറി സിസ്റ്റങ്ങളും വ്യവസായ വാണിജ്യപരമായ എല്ലാ അതോറിറ്റിയും പ്രവർത്തിക്കുന്നത് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലാണ്. മൂന്നാമതൊരു കക്ഷി എന്നും ഇടപെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇടപെടുന്ന മേഖലയിൽ ഇടപെടലുകളിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ ആ ഒരു പ്രോസസ്സ്, ആ ഒരു പ്രൊജക്റ്റ് നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ബാങ്കിങ് മേഖലയിൽ അതൊരു വെല്ലുവിളിയായി മാറുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പണത്തിൻ്റെ രൂപമാറ്റം വരുന്നതിന് കാരണമായ ഓരോ കാലഘട്ടത്തിലെയും പ്രയാസങ്ങളെ അതിജീവിക്കാനാണ്. പണത്തിനും ഫിസിക്കൽ കറൻസിക്കും അതിൻ്റേതായ വലിയ പ്രോബ്ലങ്ങൾ ഉണ്ട്. അത് കൊണ്ടു നടക്കുവാനും അത് പ്രിൻ്റ് ചെയ്യുവാനും ഉപയോഗിക്കുവാനും ഒക്കെയുള്ള മൂല്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്രൈറ്റീരിയ. ഉദാഹരണമായി ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് ഒരു കപ്പലിൽ ചരക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള പണം, ഫിസിക്കൽ പണം വരുന്നതിന് വലിയ പ്രയാസമാണ്. മൂല്യം കുറഞ്ഞുകൊണ്ട് തന്നെ വലിയ പ്രയാസം അനുഭവിക്കും. ഇങ്ങനെയുള്ള ഓരോ പ്രയാസങ്ങൾ മറികടക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആശയം നിലവിൽ വന്നത്. ഫിസിക്കൽ കറൻസിയെ സംബന്ധിച്ച് നമുക്ക് 24 മണിക്കൂറാണ് നമുക്ക് സർവീസ് ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ നിന്നും ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് മാറണം എന്ന് പറയുന്ന ചിന്ത രൂപപ്പെടുമ്പോൾ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് 24 മണിക്കൂറും ഇവിടെ സർവീസ് ലഭിക്കുന്നു. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമായി മാറുന്നു. ഇവിടെ സംഭവിക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരു കക്ഷി ഇടപെടേണ്ട കാര്യം ഇതിലില്ല. ഒരു ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതൊരു ഓപ്പൺ ലെഡ്ജർ സിസ്റ്റമാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അവിടെ എല്ലാ ഇടപാടുകളും ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ രേഖപ്പെടുത്തുന്നു. ഇവിടെ ട്രാൻസാക്ഷനും പിയർ ടു പിയറും ഒക്കെ നടപ്പിലാവുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ്സ് വെച്ചാണ്. ഇവിടെ വ്യക്തിക്കോ രാജ്യത്തിനോ പേരിനോ ഒന്നും പ്രാധാന്യമില്ല. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ യാതൊരു ഇടപെടലും നടത്താനും കഴിയില്ല. ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത അതാണ്. പക്ഷേ താരതമ്യേന ഇത് ഒരു പുതിയ പ്രോഗ്രാം ആയതുകൊണ്ട് ഫിസിക്കൽ കറൻസി കൈകാര്യം ചെയ്ത ആളുകൾക്ക് ഈ മേഖലയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമായി തോന്നിയേക്കാം. പക്ഷേ നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ അതിവേഗമായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു പ്രോഗ്രാമാണ് പേൾ വെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. നിങ്ങളിവിടെ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ കയറി ഒരു ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഓപ്പൺ ലെഡ്ജർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. നിങ്ങൾക്ക് ഒരു 12 കീവേഡ് ലഭിക്കുകയും അത് നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഫ്യൂച്ചർ ഓഫ് മണി എന്നറിയപ്പെടുന്ന PVC മെറ്റ, ലോകത്തിൻ്റെ പണം എന്ന് അറിയപ്പെടുന്ന ക്രിപ്റ്റോ കറൻസി NFT ടോക്കൺ, മൾട്ടിപർപ്പസ് ടോക്കൺ വാങ്ങി ഹോൾഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാങ്കിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറുകയാണ്. ഇങ്ങനെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ 2 സാധ്യതകളാണ് സിസ്റ്റം നൽകുന്നത്. ഒന്ന് റഫറൽ മാർക്കറ്റിംഗ്, ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്. റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്ത വ്യക്തിക്ക് 1% മുതൽ 20% വരെ റഫറൽ കമ്മീഷൻ ലഭിക്കും. നമുക്കിവിടെ 100 USDT മുതലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുന്നത്, അതായത് ടോക്കൺ ഫാമിംഗ്. നമുക്ക് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ റഫറൽ കമ്മീഷനായി ലഭിക്കുന്നത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സഹായിച്ച വ്യക്തി 1 ലക്ഷം രൂപയ്ക്ക് ഒരു മാസം 6000 രൂപയാണ് റഫറൽ കമ്മീഷനായി വാങ്ങിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് 0.20 200 രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുക. 200 × 30 ദിവസം 6000 രൂപ. ഈ 6000 രൂപയുടെ 20% റഫറൽ കമ്മീഷൻ ഒരു വ്യക്തിക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഒരു സിസ്റ്റത്തിൽ 1000 ദിവസമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാലാവധി എന്ന് പറയുന്നത്. 1000 ദിവസം കൊണ്ട് 0.20 എല്ലാ ദിവസവും റിട്ടേൺ നൽകിക്കൊണ്ട്
നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നേരെ ഇരട്ടിയായി മാറുന്നു. പിന്നെ നമുക്ക് റെഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കുന്നില്ല എങ്കിൽ നമുക്ക് കോമ്പൗണ്ട് ചെയ്യാനുള്ള അവസരം കൂടി സിസ്റ്റം നൽകുകയാണ്. നമുക്ക് ഓരോ മാസവും റിവാർഡായി ലഭിക്കുന്ന തുക ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ നിങ്ങളുടെ പണത്തിനെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം. മറ്റൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഏർലി ബേർഡ് റിവാർഡ് ഓഫറാണ്. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന അതേ ദിവസം തന്നെ 2 വ്യക്തികളെ കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടും ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 0.20 കൂടെ നിങ്ങൾക്ക് 0.70 കൂടി അധികം നൽകുന്നു. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 7 മാസം കൊണ്ട് 222 ദിവസം കൊണ്ട് നേരെ ഇരട്ടിയായി തിരികെ ലഭിക്കുന്നു. ഇതൊരു ടീം വർക്കായി ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു റെഫറൽ മാർക്കറ്റിംഗ് സിസ്റ്റം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇന്ന് കേരളത്തിലെ ഒട്ടനവധി കുടുംബങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഏത് ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കുമ്പോഴും നമുക്ക് റിസ്ക് അനുഭവിക്കേണ്ടതുണ്ട്. ഏത് ബിസിനസ്സിലും നമുക്ക് ലാഭം മാത്രമാണ് ലഭിക്കുക. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു ബിസിനസ്സും കൃത്യമായി നമുക്ക് തിരിച്ചു കിട്ടും എന്ന് ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. ആ ഒരു റിസ്ക് ഫാക്റ്റിൻ്റെ മുമ്പിൽ ഇത്തരം ഒരു ഡിജിറ്റൽ പ്രോഗ്രാം വളരെ ലളിതവും റിസ്ക് കുറഞ്ഞതുമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 3-4 വർഷത്തെ എൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു വരുമാനം നേടാൻ എനിക്കിതിലൂടെ കഴിയുന്നു. ഏകദേശം 7 ലക്ഷം രൂപയോളം വരുമാനം റെഫറൽ കമ്മീഷനായി വാങ്ങിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ ഉപയോഗിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. അങ്ങനെ വളരെ സുതാര്യമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ പ്രോഗ്രാം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഏതവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയായാൽ പോലും നിങ്ങൾക്കൊരു 6 മാസം കൊണ്ട് പൂർണ്ണമായും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ കഴിയും. ഒരുപക്ഷെ നാളെ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്, ഈ അടുത്ത ദിവസം വന്ന സർവേ പ്രകാരം EMI എന്ന് പറയുന്ന ആ ഒരു മാരകമായ ഭവിഷ്യത്ത് ഏറ്റവും കൂടുതൽ അടിമകളായിരിക്കുന്നത് കേരളീയനാണ്. കേരളീയൻ ഒരു എല്ലാ കാര്യത്തിലും ജീവിത നിലവാരത്തിൽ ഉന്നതമായി പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ജോലിയുടെ കാര്യത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കുറേ ആളുകളാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചേരാൻ EMIയെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. EMI എന്ന് പറയുന്ന ആ ഒരു കെണിയിൽ എത്തിച്ചേരാനുള്ള എല്ലാ സാധ്യതകളും സോഷ്യൽ മീഡിയ നമുക്കിന്ന് തുറന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ വേണ്ടി നിങ്ങളിപ്പോൾ ഏതവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ വേണ്ടി ഒരല്പകാലം ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൃത്യമായി പഠിക്കുക. 100% നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാന പ്രേരക കാരണം എന്ന് പറയുന്നത് പണം തന്നെയാണ് എന്ന് തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മറ്റൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രോഗ്രാമുമായി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരമൊരു ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമിനെ കുറിച്ച് ഒരുപാട് അവിശ്വസനീയമായ സംശയങ്ങൾ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവാം. ലോകത്തിലെ ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ കറൻസി മേഖലയെ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ടൂളുകളാണ് കോയിൻജെക്കോ പോലുള്ള ഇത്തരം വെബ്സൈറ്റുകൾ. കൃത്യമായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ ഭാവിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാം. നമുക്കിവിടെ പേൾവൈൻ ഇൻ്റർനാഷണലിൻ്റെ വൈറ്റ് പേപ്പർ PVC മെറ്റ എന്ന് കോയിൻജെക്കോയിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സ്വയം പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരിക്കും. ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഏതൊരു പ്രൊജക്റ്റിനെയും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസ്ക് ഫാക്റ്റ് എന്ന് പറയുന്നത് 50% എങ്കിലും അധികമായിരിക്കും മിനിമം. ഇവിടെ PVC മെറ്റീരിയൽ നിങ്ങൾ കോയിൻജെക്കോയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 0% നിങ്ങൾ ഇതിലെടുക്കേണ്ട റിസ്ക് എന്ന് പറയുന്നത്. ആ വീഡിയോ നിങ്ങളൊന്ന് പരിശോധിക്കുക.
പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി മേഖലയിൽ 99% പൂർണ്ണമായും അവൈലബിളാണ്, വളരെ സുതാര്യമാണ് എന്ന് നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അവിടെ 1% റിസ്ക് എന്ന് കാണിക്കുന്നത് മറ്റൊന്നുമല്ല, PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ ഓപ്പൺ മാർക്കറ്റിലേക്ക് തുറന്ന് വിടാത്തത് മാത്രമാണ് 1%എങ്കിലും കുറവ് എന്ന് പറയുന്നത്. ഈ വരുന്ന കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ സംഭവിച്ചിരിക്കും. ആ ഒരു സമയത്ത് സിസ്റ്റം പറഞ്ഞതുപോലെ ലോകത്തിൽ ഫ്യൂച്ചർ ഓഫ് മണി ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വസ്തുവായി മാറുന്ന ഒന്നാണ് PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും മഹത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം വളരെ മികച്ചതാക്കാനുള്ളൊരു ശ്രമം നടത്തുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.